السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ നേതാക്കന്മാരെ, പ്രൗഢമായ ഈ മഹല്ല സമ്മേളനത്തിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, കുടുംബം എന്ന വിശാലമായ തലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഗൗരവമേറിയ, നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതായ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകണമെന്നത്. സംതൃപ്തമായ ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള ആളുകളാണ് നമുക്കിടയിലുള്ളത്. സാമ്പത്തികമായ ഭദ്രതയും നല്ല വീടും നല്ല വാഹനവുമൊക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും ലഭിക്കുമെന്നാണ് ചില ആളുകൾ കരുതിയിരിക്കുന്നത്. എന്നാൽ ഒരു സത്യവിശ്വാസി അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദുനിയാവിലെ സംതൃപ്തിയേക്കാൾ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് പാരത്രിക ലോകത്തെ സമാധാനവും സംതൃപ്തിയുമാണ്. കാരണം ഈ ലോകത്ത് ലഭിക്കുന്ന ഏതൊരു സന്തോഷവും സമാധാനവും സംതൃപ്തിയും അതിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. മരണത്തോടുകൂടി അത് തീർന്നു പോവുകയാണ്. മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏതൊരു സന്തോഷവും അത് ശാശ്വതമാണെന്ന് വിശ്വസിക്കുന്നവരും ഉൾക്കൊള്ളുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നൊരു വചനമുണ്ട്. സ്വർഗത്തിൻ്റെ ആളുകളെ മുഴുവനും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ നരകത്തിൻ്റെ ആളുകളെ മുഴുവനും നരകത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിലേക്ക് മരണം കടന്നു വരും. അവിടെ മരണത്തെ അറുക്കപ്പെടുകയാണ്. എന്നിട്ട് വിളിച്ചു പറയുന്നൊരു മലക്ക് സ്വർഗക്കാരിലേക്ക് നോക്കി പറയുന്നൊരു വാചകമുണ്ട്, യാ അഹ്ലൽ ജന്ന ലാ മൗത്ത്. സ്വർഗക്കാരെ, ഇനി നിങ്ങൾക്ക് മരണമില്ല, നിങ്ങൾക്കിവിടെ ശാശ്വതമായ വാസമാണ്. നരകക്കാരുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് മലക്ക് പറയും, നരകക്കാരെ, ലാ മൗത്ത്, നിങ്ങൾക്കിവിടെ മരണമില്ല, നിങ്ങൾ ഈ നരകത്തിൻ്റെ ഭയാനകരമായ ശിക്ഷകളിൽ ശാശ്വതരാണ്. നരകക്കാരിത് കേൾക്കുന്നതോടുകൂടി അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഭീതിയും ആശങ്കകളും വേദനകളും കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മരണാനന്തര ജീവിതത്തിൽ നമുക്ക് സ്വർഗം ലഭിക്കണം. അവിടെ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതിനാണ് നമ്മളിവിടെ വന്നത്. അതിനാണ് ത്യാഗങ്ങൾ സഹിക്കുന്നത്. അതിനാണ് പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും ഈമാന് കൊണ്ട് അതിജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ശരിയായ വിശ്വാസത്തിലൂടെയല്ലാതെ, സൽക്കർമ്മങ്ങളിലൂടെയല്ലാതെ കുടുംബത്തിലെന്നു വേണ്ട, വ്യക്തി ജീവിതത്തിലെന്നു വേണ്ട, എവിടെയും നമുക്ക് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുകയില്ല.
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, സൂറത്തു നഹ്ലിലെ 97-ാമത്തെ വചനം, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നൊരു വ്യക്തി, വഹുവ മുഅ്മിനുൻ, അവൻ ഈമാനോടുകൂടിയാണ് ആ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, ഞാൻ അവന് വിശിഷ്ടമായൊരു ജീവിതം നൽകും, സമാധാനപൂർണമായൊരു ജീവിതം നൽകും, സന്തുഷ്ടകരമായൊരു ജീവിതം നൽകും, സംതൃപ്തകരമായൊരു ജീവിതം നൽകുമെന്ന് ഞാനല്ല പറഞ്ഞത്, അള്ളാഹുവാണ് പറയുന്നത്. പക്ഷെ എന്തു വേണം? വിശ്വാസം ശരിയാകണം. നമ്മുടെ ഈമാൻ റെഡിയാണെങ്കിൽ, നമ്മുടെ വിശ്വാസം റെഡിയാണെങ്കിൽ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സംതൃപ്തി തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ആയത്തിനോട് ചേർത്തു വെച്ച് നമ്മൾ പഠിക്കേണ്ട ഒരു വചനം കൂടിയുണ്ട്, പ്രവാചക വചനം. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മ, ഒരാളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പരലോകമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു സമാധാനം ഇട്ടുകൊടുക്കും. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, ആവലാദികൾ, ഇതിനെല്ലാം പരിഹാരം അല്ലാഹു നമുക്ക് തരും. എന്തു വേണം? നമ്മുടെ ജീവിത ലക്ഷ്യം പരലോകമാണ്. ഒരു മരണമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അള്ളാന്റെ കോടതിയിൽ വിചാരണയുണ്ട്, എനിക്കവിടെ രക്ഷപ്പെടണം എന്ന ചിന്തയും ബോധവുമാണ് മനസ്സിലുള്ളത് എങ്കിൽ അള്ളാഹു നമ്മുടെ മനസ്സിലേക്ക് സമാധാനം തരും. അടുത്ത വാചകം എന്താണെന്നറിയോ? അതാണ് നമ്മൾ അടിവരയിട്ട് പഠിക്കേണ്ടത്. വഅതതുഹുദ്ദുന്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വഅതതുഹുദ്ദുന്യ വഹിയ റാഗിമത്തുൻ, ദുനിയാവിൽ ആഗ്രഹിച്ചത് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും റബ്ബ് നമുക്ക് തരും. നമ്മൾ സ്വപ്നം കണ്ട പലതുമുണ്ട്, നമ്മൾ ആഗ്രഹിച്ച പലതുമുണ്ട്, നമ്മൾ അഭിലഷിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അത് മുഴുവനും നമ്മൾ അങ്ങോട്ട് ചെല്ലാതെ അള്ളാഹു ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഞാൻ മനസ്സു തുറന്ന് ചോദിക്കട്ടെ പ്രിയപ്പെട്ട ബാലുശ്ശേരി മഹല്ലിലെ സഹോദരങ്ങളെ, നമ്മളെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്? നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്? നമ്മുടെ ഭാര്യയെക്കുറിച്ച്, നമ്മുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ വീടിനെക്കുറിച്ച്, നമ്മുടെ ജോലിയെക്കുറിച്ച്, നമ്മുടെ ശമ്പളത്തെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്? നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഇന്നുവരെ നുണ പറയാത്ത പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ചത് മുഴുവനും, നിങ്ങൾ അഭിലഷിച്ചത് മുഴുവനും അള്ളാഹു നിങ്ങൾക്ക് തരും. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാകണം. ഞാൻ പറയുന്നു, കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും നമുക്ക് ലഭിക്കണമെങ്കിൽ പരലോക വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാകേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, വമൻ കാനത്തിദ് ദുനിയ ഹമ്മഹു, ഒരാളുടെ ജീവിത ലക്ഷ്യം ദുനിയാവാണ്, ദുനിയാവിൽ വിജയിക്കണം, ദുനിയാവിൽ ആളാകണം, ദുനിയാവിൽ കയ്യടി കിട്ടണം, ദുനിയാവിൽ വലിയ സ്വീകാര്യത കിട്ടണം, ആളുകൾക്കിടയിൽ വലിയ നല്ലവനെന്ന പേര് കേൾക്കണം എന്ന ചിന്തയും ബോധവുമായിട്ടാണ് ഒരു മനുഷ്യൻ നടക്കുന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈ, എത്ര പണിയെടുത്താലും, എത്ര എല്ലുമുറിയെ പണിയെടുത്താലും അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയില്ല. വഫറഖ അലൈഹി ശംല വലം യഅതിഹി മിനദ് ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, അല്ലാഹ് കണക്കാക്കിയതല്ലാതെ ഒന്നും അവന് ലഭിക്കുകയില്ല അധികമായി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരീക്ഷണങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിലേക്ക്, ദുരിതങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിലേക്ക് വഴിമാറിപ്പോകുന്ന ജീവിതമായി തീരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നമ്മുടെ വിശ്വാസം നമ്മൾ കറക്റ്റാക്കിയാൽ, റെഡിയാക്കിയാൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ കുടുംബത്തിലും സ്വസ്ഥതയും സമാധാനവും ലഭിക്കും. 2, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട സഹചാരികൾക്ക് കുറേ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഉപദേശത്തിൻ്റെ പേരാണ് വസിയത്ത് എന്ന് പറയുന്നത്. നമ്മളൊക്കെ പറയലുണ്ട്, എൻ്റെ വാപ്പ എന്നോട് വസിയത്ത് പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് 5 വസിയത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൊരു വസിയത്ത് എന്താണെന്നറിയും? കുടുംബരംഗത്ത് കുടുംബമായി ജീവിക്കുന്നവർ അടിസ്ഥാനപരമായി പഠിച്ചു വെക്കേണ്ട ഒരു വാചകമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്, അല്ലാഹു നിനക്ക് നൽകിയതിൽ നീ തൃപ്തിപ്പെടുക, നീ ജനങ്ങളിൽ ഏറ്റവും സമാധാനമുള്ള, ഐശ്വര്യമുള്ള, സംതൃപ്തിയുള്ള മനുഷ്യനായി സന്തുഷ്ട കുടുംബജീവിതം നയിക്കാൻ നിനക്ക് സാധിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വർള എന്ന് പറയുന്ന പദത്തെ പണ്ഡിതന്മാരെങ്ങനെയാണ് നിർവചിച്ചത് എന്നറിയോ? അതിനെ നിർവചിച്ചത് എങ്ങനെയാണ്? സുകൂനുൽ കൽബി അലഖ്തിയാരി റബ്ബി, അള്ളാഹ് തെരഞ്ഞെടുത്തതിൽ മനസ്സ് സമാധാനിക്കുക. എൻ്റെ ഭാര്യ
എൻ്റെ റബ്ബ് എനിക്ക് തെരഞ്ഞെടുത്ത് തന്നതാണ്. എൻ്റെ ഭർത്താവ് ഞാൻ ജനിക്കുന്നതിൻ്റെ 50,000 കൊല്ലം മുമ്പ് എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്തതാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ വിഷയത്തിൽ, ഭർത്താവിൻ്റെ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ, കുടുംബത്തിൻ്റെ വിഷയത്തിൽ, ജോലിയുടെ വിഷയത്തിൽ നിരാശയില്ല, നിഷ്ക്രിയത്വമില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, പലപ്പോഴും പലരും പറയാറുണ്ട്, ഇപ്പോൾ ശരിക്കും എൻ്റെ കൂടെ ഒക്കെ ഒരു ഭാര്യ ജീവിക്കുകയാണെങ്കിൽ ശരിക്കും ഒരു പെണ്ണെൻ്റെ കൂടെ 1-2 ദിവസം അല്ലെങ്കിൽ ഒരു മാസം വരെ പോകും, അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ഒരു പെണ്ണ് ജീവിക്കില്ല എൻ്റെ കൂടെ. പക്ഷെ അവളായതുകൊണ്ടാണ് എൻ്റെ കൂടെ ജീവിക്കുന്നത്. എൻ്റെ സ്വഭാവം അറിയാവുന്നത് അവൾക്ക് മാത്രം എന്ന് പറഞ്ഞത്, നമ്മുടെ സ്വഭാവം അറിയാവുന്നവരെയാണ് ഭാര്യയായിട്ട് പടച്ചു നമുക്ക് തന്നത്. നമ്മുടെ സ്വഭാവം അറിയാവുന്നവനെയാണ് നമുക്ക് ഭർത്താവായിട്ട് പടച്ച റബ്ബ് നൽകിയത്. അപ്പം എൻ്റെ റബ്ബ് വിധിച്ചതാണ് എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ എന്ന തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥതയും അസ്വസ്ഥതയും സമാധാനക്കേടുകളും ഉണ്ടാവുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മൂന്നാമത്തെ കാര്യം, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തഫറ ലി ഇബാദത്തി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ മുഴുകണം. അംല ഉസ്സദ്റ ഖഹിന, ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് സമാധാനം നിറച്ചു തരാം. വഅസുദ്ദ ഫഖറക്, ഞാൻ നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റിത്തരാം. വഇല്ലം തഫ്അൽ, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ അംല യദൈക ശുഗ്ലൻ വലം അസുദ്ദ ഫഖറക്, എല്ലുമുറിയ പണിയെടുത്താലും നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുകയില്ല, നിങ്ങളുടെ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാവുകയില്ല, നിങ്ങളുടെ പ്രയാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഒരു പരിധി ഉണ്ടാവുകയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൊന്നു പറഞ്ഞത് തഫറഖ് ലി ഇബാദത്തി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ മുഴുകണം. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട ഭാര്യമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് കണിശത വേണം. എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാകണമെങ്കിൽ, എൻ്റെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകണമെങ്കിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ ആസ്വാദനങ്ങൾ അനുഭവിക്കാൻ എനിക്ക് സാധിക്കണമെങ്കിൽ ഇബാദത്തിൻ്റെ വിഷയത്തിൽ കണിശതയും സൂക്ഷ്മതയും ശ്രദ്ധയും എനിക്കുണ്ടാകണമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ പഠിപ്പിക്കുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു ഹദീസുണ്ട്. എന്താണെന്നറിയോ? റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റഹിമല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സഹാബിമാർ പ്രവാചകന്റെ നേരെ നോക്കി. അള്ളാഹിന്റെ റസൂൽ പറയാൻ, ഏത് പെണ്ണിനെന്നറിയും? ഖാമത്ത് മിനൽ ലൈൽ, അവൾ രാത്രി എഴുന്നേൽക്കും, എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കും. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ആ ഭാര്യ എന്താ ചെയ്യുന്നതെന്നറിയും? ആ ഭാര്യ കിടന്നുറങ്ങുന്ന ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലും, ഭർത്താവിനെ തട്ടിയുണർത്തും. എന്തിനാണ്? രാത്രിയുടെ അന്ത്യാമങ്ങളിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഭർത്താവിനെ എഴുന്നേൽപ്പിച്ച് തഹജ്ജുദ് നിസ്കരിക്കാൻ. ഭർത്താവ് എഴുന്നേൽക്കുന്നില്ല, ഒരു കോപ്പയിൽ വെള്ളമെടുത്ത് ഭർത്താവിൻ്റെ മുഖത്ത് തളിക്കുന്നു, എന്നിട്ട് എഴുന്നേൽപ്പിച്ച് നിസ്കരിക്കുന്നു. ഇത് പറയുമ്പോൾ മുന്നിലിരിക്കുന്ന പലരും ഊറിച്ചിരിക്കുന്നുണ്ടാകാം. ഓടൊന്ന് ഒഴിച്ചു നോക്കട്ടെ, അപ്പ കാണിച്ചു കൊടുക്കാൻ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റഹിമല്ലാഹു ഇംറാ, ആ പെണ്ണിനെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നറിയോ, നിങ്ങൾ തഹജ്ജുദിനെ വിളിച്ചില്ലെങ്കിലും പള്ളിയിൽ നിന്ന് സുബഹിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ ഭർത്താവിനെ എഴുന്നേൽപ്പിച്ച് പള്ളിയിലേക്ക് പറഞ്ഞേക്കുക. അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്താണെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങൾ നോക്കൂ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വചനം കൂടെ ഞാൻ ചേർത്ത് പറയാൻ. നിങ്ങൾക്ക് നാളെ പരലോകത്ത് മുസ്ലിമായ നിലയിൽ അള്ളാഹിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ 5 നേരത്തെ നിസ്കാരങ്ങൾ എങ്ങനെ നിസ്കരിക്കുന്നു എന്നറിയോ? 5 നേരത്തെ നിസ്കാരത്തെ നിങ്ങൾ സൂക്ഷിക്കണം. എങ്ങനെയാണെന്നറിയോ? ഹൈസു യുനാദാ ബിഹിന്ന, എവിടുന്നാണോ നിസ്കാരത്തിന് വിളിക്കുന്നത് അവിടെ പോയി നിങ്ങൾ നിസ്കാരത്തെ സൂക്ഷിക്കണം. എവിടുന്നാ നമ്മളെ നിസ്കാരം വിളിക്കുക? എവിടുന്നാ നിസ്കാരത്തിന് വിളിക്കുക? നമ്മുടെ നാട്ടിൽ മഗ്രിബ് നിസ്കാരത്തിന് മാത്രമാണ് പള്ളിയിൽ നിന്ന് വിളിക്കുള്ളൂ. കാരണം എന്താ? മഗ്രിബ് നിസ്കാരത്തിന് മാത്രമാണ് ആളുകൾ പള്ളിയിൽ ഉണ്ടാകുള്ളൂ. എന്തിനാ മഗ്രിബ് നിസ്കാരത്തിന് മാത്രം പള്ളിയിൽ വരുന്നത്? ഞാൻ ഈ മഹല്യാരനാണ് കേട്ടോ, എൻ്റെ മോളെ കല്യാണത്തിന് സർട്ടിഫിക്കറ്റ് തരണം കേട്ടോ എന്ന് പറയാൻ, എന്നാളുകളെ ബോധ്യപ്പെടുത്താൻ. അതിലപ്പുറത്ത് സുബഹിക്ക് നമ്മുടെ നാട്ടിലെ പള്ളിയിൽ നമ്മൾ ജമാഅത്തിനുണ്ടോ? ദുഹറിന് നമ്മുടെ നാട്ടിലെ പള്ളിയിൽ വീട്ടിലുണ്ടായിട്ടും നാട്ടിലുണ്ടായിട്ടും നമ്മൾ ജമാഅത്തിനുണ്ടോ? ഇശാഇന് നമ്മുടെ നാട്ടിലെ പള്ളിയിൽ നമ്മളുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഫ്ഖലു സ്വലാത്തി അലൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരം. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് സ്വലാത്തുൽ ഇശ വ സ്വലാത്തുൽ ഫജ്ർ, സുബഹി നിസ്കാരവും ഇശാ നമസ്കാരവുമാണ്. ഒന്ന് നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളോട് ചോദിക്കണം, ഈ പള്ളിയിൽ, എൻ്റെ മഹല്ലിലെ പള്ളിയിൽ, ഞാൻ ബാങ്ക് കേൾക്കുന്ന പള്ളിയിൽ, ഞാൻ ഇഖാമത്ത് കേൾക്കുന്ന പള്ളിയിൽ, ഞാൻ നിസ്കാരത്തിന് പോകുന്ന പള്ളിയിൽ സുബഹിക്ക് ഞാനുണ്ടോ?
സുബഹിക്ക് ഞാനുണ്ടോ, എൻ്റെ ഭർത്താവുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അത് ജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും ലഭിക്കാനുള്ള മാർഗമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സു തുറന്നൊരു കാര്യം പറയാം. എല്ലാ പ്രഭാതത്തിലും നമ്മൾ അള്ളാഹുവിനോട് പറയുന്നൊരു വാചകമുണ്ട്. എല്ലാ പ്രഭാതത്തിലും, യാ ഹയ്യു യാ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്ന എന്നും ജീവിക്കുന്ന പടച്ചറബ്ബേ. എന്താ പറയുന്നത്? ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു. വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ, ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം പോലും അള്ളാഹുവേ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ. എനിക്കെന്നെ നോക്കാൻ കഴിയില്ല. നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഈ ദുനിയാവിൽ ഞാൻ ജീവിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പള്ളിയിൽ സ്ഥിരമായി വരുന്നൊരു സഹോദരൻ ഷബീർക്ക, അദ്ദേഹം ജുമാക്ക് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠ സഹോദരി ക്യാൻസർ ബാധിച്ച് അദ്ദേഹത്തിൻ്റെ അന്നനാളം ചുരുങ്ങിപ്പോയി. അതുകൊണ്ട് ഒരു ഗ്ലാസ് ജ്യൂസ് അടിച്ച കഞ്ഞിവെള്ളം കുടിക്കണമെങ്കിൽ 1.5 മണിക്കൂർ സമയം എടുക്കുന്നുണ്ട്. നിങ്ങൾ ദുആ ചെയ്യണം. അവസാനം ഒരു മേജർ സർജറിക്ക് വേണ്ടി അവർ വിധേയമാകുകയാണ്. അവർ പറയാണ്, എനിക്കൊന്നും ഭക്ഷണം കഴിക്കാതെ കഴിയണില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ചു, ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറി. അവരോട് പറഞ്ഞു, നിങ്ങളുടെ ശബ്ദം നഷ്ടപ്പെടും, സംസാരിക്കാനുള്ള ശേഷി നിങ്ങൾക്ക് നഷ്ടപ്പെടും, പ്രശ്നമല്ല, എനിക്ക് വിശക്കുന്ന സമയത്തൊന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ അവരുടെ സർജറി കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞു, അവരുടെ സർജറി പരാജയപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 37 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി, 67 കിലോ ഉള്ള ഒരു ചെറുപ്പക്കാരി 22 കിലോയിലേക്ക് ചുരുങ്ങാണ്. ഒരു പെണ്ണിൻ്റെ നിബിൽ നിന്ന് എന്ത് പുറത്തു വരുന്നു അത് മാത്രമേ വയറ്റിലെത്തുന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ചു. അദ്ദേഹത്തിൻ്റെ ആ പെൺകുട്ടിയുടെ ഉപ്പ കൈപിടിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്. അവർ പറയാണ്, 67 കിലോ ഉള്ള എൻ്റെ മകളെ 22 കിലോ ആയിട്ട് അവളെ റൂമിലേക്ക് ഞാൻ കയറി ചെന്നപ്പോൾ ഞാൻ ബോധം കെട്ട് വീണുപോയി. നിങ്ങൾ ആലോചിച്ചു. അതാ പറയണത്, ജീവിതത്തിൽ നമുക്ക് സ്വസ്ഥതയും സമാധാനമൊക്കെ കിട്ടണമെങ്കിൽ പടച്ചോന്റെ തൗഫീഖ് നമുക്ക് കിട്ടണം. അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടണമെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കണം, അവന് വഴിപ്പെടണം, അവന് കീഴ്പ്പെടണം. അല്ലെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ നമുക്ക് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുകയില്ല എന്ന തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഭാര്യ-ഭർത്തൃ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഭാര്യ-ഭർത്തൃ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിശ്വാസമാണ്. വിശ്വാസം തകർക്കുന്ന ഒരു സമീപനവും ഭാര്യ-ഭർത്താക്കന്മാരിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഒരിക്കലും വിശ്വാസത്തെ തകർക്കുന്ന ഒരു സമീപനവും ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. വിശ്വാസം തകർന്നാൽ ആ ജീവിതം കുടുസായി തീരും. എത്രത്തോളം എന്നറിയുമോ? വിശാലമായ എല്ലാ ശീതീകരിച്ച റൂമുകളുള്ള അമ്പര ചുംബികൾക്ക് സമാനമായ വീടുകൾ നമുക്കുണ്ട്, എല്ലാ സജ്ജീകരണമുള്ള വീട് നമുക്കുണ്ട്. പക്ഷെ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഖബറിന് സമാനമായ ജീവിതമായിരിക്കും. വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഒരു സമീപനം ഭാര്യൻ്റെ ഭാഗത്തു നിന്നുണ്ടാകരുത്, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകരുത്. പിന്നെ ജീവിതം കുടുസമായി തീരും. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു പെണ്ണിൽ നിന്നും ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പെണ്ണിൽ നിന്നും ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. അതെന്താണ്? ഒന്ന്, റെസ്പെക്ട്, ബഹുമാനമാണ്. ഏതൊരു പെണ്ണിൽ നിന്നും ഭർത്താവ് ആഗ്രഹിക്കുന്നത് ബഹുമാനമാണ്. ബഹുമാനം എന്ന് പറയുന്നത് അത് ചോദിച്ചിട്ട് കൊടുക്കേണ്ടതല്ല, അറിഞ്ഞു കൊടുക്കേണ്ടതാണ്. ഭർത്താവിനെ ബഹുമാനിക്കാൻ കഴിയണമെങ്കിൽ ആരാണ് ഭർത്താവ് എന്നറിയണം. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ദീന് പഠിക്കാൻ വേണ്ടി കടന്നു വന്നൊരു സ്വഹാബ വനിത ദീന് പഠിച്ച് തിരിച്ചു പോകുമ്പോൾ അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഭർത്താവുണ്ടോ? അവർ പറഞ്ഞു, നബി, എനിക്ക് ഭർത്താവുണ്ട്. അടുത്ത ചോദ്യം എന്താ അറിയോ? കൈഫ അൻതി ലഹു, നിന്റെ ഭർത്താവിനോട് നീ എങ്ങനെയാണ് പെരുമാറാറുള്ളത്? അവർ പറഞ്ഞ മറുപടി ഇതാണ്, ലാ ആലു, എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നതിൽ, എൻ്റെ ഭർത്താവിനെ പരിചരിക്കുന്നതിൽ, എൻ്റെ ഭർത്താവിനെ അനുസരിക്കുന്നതിൽ ഇന്നുവരെ ഞാനൊരു കുറവും വരുത്തിയിട്ടില്ല. അടുത്ത വാചകം, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ പഠിച്ചു വെക്കണം. വഅലമി, ഏ സഹോദരി, നീ പഠിച്ചു വെക്കണം, അന്നഹു ഹുവ ജന്നതുകി വനാറുകി, നിന്റെ സ്വർഗമാണ്, നിന്റെ സ്വർഗമാണ് നിന്റെ ഭർത്താവ്, നിന്റെ നരകമാണ് നിന്റെ ഭർത്താവ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവ് മരിച്ച പ്രിയപ്പെട്ട ഒരു സഹോദരിയോട് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ ഒന്നാമത്തെ വാചകം എന്താ അറിയോ? ഒരു നല്ല ഭാര്യയാകാൻ കഴിഞ്ഞില്ലേ എന്നുള്ള വേദന എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴുമുണ്ട്. ഒരു നല്ല ഭാര്യയാകാൻ കഴിഞ്ഞില്ലേ, എൻ്റെ ഭർത്താവിനെ സംതൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ലേ എന്ന വേദന എൻ്റെ ഹൃദയത്തിലുണ്ട്
എപ്പോ മരിച്ചു കിടക്കുന്ന മയ്യത്തിനെ നോക്കിയിട്ടാണ് ഭാര്യ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭർത്താവിൻ്റെ വിലയും നിലയും മനസ്സിലാക്കാൻ ഭർത്താവിൻ്റെ ജീവൻ പോകാൻ കാത്തിക്കണ്ട. അതിൻ്റെ മുമ്പ് എൻ്റെ ഭർത്താവിൻ്റെ സ്വർഗാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ വേദനിക്കും, സങ്കടപ്പെടും. നിങ്ങളറിയോ, വിധവകളുടെ സംഗമത്തിൽ ഒരിക്കൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അവർക്ക് അവസരം കൊടുത്തപ്പോൾ അവർ പറഞ്ഞെന്താ അറിയോ, ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴും എവിടേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും ആളുകളൊക്കെ ഞങ്ങളെങ്ങനെ നോക്കും, ഒരു പ്രത്യേക കണ്ണായിട്ടാണ് നോക്കുക. എന്നിട്ട് പറയാണ്, പെൺകുട്ടി പറയാണ്, കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരിയായ പെൺകുട്ടി പറയാണ്, പക്ഷെ എനിക്കൊരു കാര്യം തോന്നുന്നറിയോ, ഒരു ഭർത്താവ് എന്ന് പറയുന്നത് അതൊരു തണലാണല്ലേ. ഒരു ഭർത്താവ് എന്ന് പറയുന്നത് അതൊരു തണലാണ്. കാമാതുരമായ നോട്ടങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു തണലാണ് ഞങ്ങളുടെ ഭർത്താവ്. അതെപ്പാ തിരിച്ചറിയാന്നറിയോ, ജീവനില്ലാതെ വീട്ടിൻ്റെ ഉള്ളിൽ 2 പലകേൻ്റെ മുകളിൽ ഭർത്താവിനെ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ അന്നും മനസ്സിലാവും, പഠിച്ചോനെ ചെയ്തു കൊടുക്കേണ്ടൊന്നും ചെയ്തു കൊടുത്തില്ലല്ലോ, സ്നേഹിക്കേണ്ട പോലെ സ്നേഹിച്ചില്ലല്ലോ, അനുസരിക്കേണ്ട പോലെ അനുസരിച്ചില്ലല്ലോ, വഴിപ്പെടേണ്ടതുപോലെ വഴിപ്പെട്ടില്ലല്ലോ എന്ന് മരിച്ചു കിടക്കുന്ന സമയത്ത് ആലോചിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, നമ്മളെ ഭർത്താവ് നമ്മുടെ സ്വർഗാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് രണ്ടാമത്തെ കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള എന്താ അറിയാം, ഭർത്താവിനെ അനുസരിക്കണം. അള്ളാഹുവിനെയും റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കാത്ത എല്ലാ കാര്യത്തിലും ഭർത്താവിനെ അനുസരിക്കണം. അതേപോലെ തന്നെ ഭർത്താവിൻ്റെ കുടുംബത്തെ കുറ്റപ്പെടുത്താതിരിക്കുക. നമ്മുടെ സഹോദരിമാർക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് ഭർത്താവിൻ്റെ കുടുംബത്തെ കുറ്റപ്പെടുത്തുക, ഉമ്മനെ കുറ്റപ്പെടുത്തുക, വാപ്പനെ കുറ്റപ്പെടുത്തുക, അനിയന്മാരെ കുറ്റപ്പെടുത്തുക. എങ്ങാനും ഒരു ദിവസം പ്രിയപ്പെട്ട ഭർത്താവ്, നിന്റെ ഭാര്യ, നിന്റെ അനിയത്തിൻ്റെ കഥ എന്താണ്, നിന്റെ ഉപ്പൻ്റെ കഥ എന്താണ്, നിന്റെ ഉമ്മൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ബദറുഹുദു ഹന്തക്കും നടക്കും. ഞാൻ പറയണെന്താ അറിയോ, അങ്ങനെ പറയണമെന്നല്ല, അങ്ങനെ ഒരാളെയും കുറ്റം പറഞ്ഞ് പഴിചാരി ജീവിക്കേണ്ടവരല്ല നമ്മൾ. മറിച്ച് സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും വിട്ടുവീഴ്ച ചെയ്തും മാപ്പ് കൊടുത്തും ജീവിക്കേണ്ടവരാണ്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിങ്ങൾ നോക്ക്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എത്ര മനോഹരമായ ജീവിതമാണ്. ആ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരിക്കലേ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവിടെ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പുറത്തെ റൂമിൽ നിന്ന് ഒരു പാത്രത്തിൽ കാരക്ക കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ പാരക്ക മറ്റേ ഭാര്യേൻ്റെ അടുത്ത് നിന്നാണ് കൊണ്ടുവരുന്നത്. കാരക്ക പാത്രത്തിലേക്ക് കൈയിട്ടെടുക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒരൊറ്റ തട്ടാണ്. കാരക്ക പാത്രം നിലത്ത് വീണു. കാരക്ക പാത്രത്തിൽ നിന്ന് കാരക്ക 4 ഭാഗത്തേക്കും ചിന്നിച്ചെതറി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുട്ടുകുട്ടിയിരുന്നും അകത്തുനിന്ന് വേറെ പാത്രം കൊണ്ടുവരാൻ പറഞ്ഞ് കാരക്ക ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കണ്ണ് നിറഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ മുട്ടിൽ പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ, അവിവേകം കൊണ്ട് ചെയ്തു പോയതാ, അവിവേകം കൊണ്ട് ചെയ്തു പോയതാ നബിയെ, എനിക്ക് പുറത്തു തരണം. അള്ളാഹിൻ്റെ റസൂല് തിരിച്ചു പറഞ്ഞ വാചകം എന്താ പറഞ്ഞെന്നറിയോ, ആയിഷ എനിക്ക് ദേഷ്യം വന്നൂല്ലേ, ആയിഷ എനിക്ക് ദേഷ്യം വന്നൂല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മളാണെങ്കിലോ ഓളെ ഒരു പ്രാവശ്യം തട്ടുള്ളൂ, ഇനിയൊക്കെ തട്ടാനാ കൈയുണ്ടാവില്ല എന്ന് നമ്മൾ പറയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയാണ്, ആയിഷ എനിക്ക് ദേഷ്യം വന്നൂല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മുടെ ഫാത്തിമാനോടല്ലാതെ, നമ്മുടെ ഖദീജാനോടല്ലാതെ, നമ്മുടെ ആയിഷാനോടല്ലാതെ, നമ്മളല്ലാതെ വേറെ ആരാണ് അവർക്ക് മാപ്പ് കൊടുക്കുക എന്ന് ചിന്തിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരിക്കലും ഭർത്താവിൻ്റെ കുടുംബം അറിയരുത്. അതേപോലെ തന്നെ ഭർത്താവ് ക്ഷീണിച്ചവശനായി കയറി വരുന്ന സമയത്ത് എപ്പോഴും പരാതിയും പരിഭവവും മാത്രം പറയുന്ന ഒരു ഭാര്യയായിട്ട് നിങ്ങൾ മാറരുത്. അത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. എപ്പോഴും പരാതി പറയുന്ന ഒരു ഭാര്യ, എപ്പോഴും പരിഭവങ്ങൾ മാത്രം പറയുന്ന, എപ്പോഴും പ്രശ്നങ്ങൾ മാത്രം പറയുന്ന ഒരു ഭാര്യ, അത്തരം ഭാര്യമാരെ കുറിച്ച് ഭർത്താവിൻ്റെ മനസ്സിൽ അനിഷ്ടമാണ് ഉണ്ടാവുക, വെറുപ്പാണ് ഉണ്ടാവുക, അടുപ്പം കുറയും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ശാരീരികമായ സംതൃപ്തി. ഞാനൊരു ഉദാഹരണം പറയാം. രാത്രി 12 മണിക്ക് എണീറ്റിട്ട് ഭർത്താവ് ഫാത്തിമാനോട് പറയാണ്, ഫാത്തിമ നല്ല വിശക്കുന്നുണ്ട്, ഒരു കട്ടൻ ചായ, ഒരു പഴം പുഴുങ്ങിയത് അല്ലെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയത് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു ഒരു പ്രശ്നമില്ല, ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭാര്യ പറയാണ്, ടേബിളിൻ്റെ മുകളിലുള്ള വെള്ളത്തിലേക്ക് നോക്കിയിട്ട്, നല്ല ക്ഷീണമുണ്ട്, എനിക്ക് പീരീഡ്സിൻ്റെ ടൈമാണ്, നല്ല ആവശ്യമാണ്, അതുകൊണ്ട് ഈ ബോട്ടിൽ വെള്ളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഞാൻ പറയുന്നു ഒരു പ്രശ്നവുമില്ല. എന്നാൽ രാത്രി തൻ്റെ ഭർത്താവ് തൻ്റെ വിരിപ്പിലേക്ക് തൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് ആ വിളിക്കവൾ ഉത്തരം ചെയ്തില്ലെങ്കിൽ അന്ന് പ്രഭാതം വരെയും മലക്കുകളുടെ ശാപമുണ്ട് എന്ന് പഠിപ്പിച്ചെന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം.
വെള്ളം, ഭക്ഷണം 24 മണിക്കൂറും ഓപ്പണായ ഹോട്ടലുകളുണ്ട്. ഉമ്മൻ്റെ അടുത്ത് ചെന്നാൽ കിട്ടും, വാപ്പൻ്റെ അടുത്ത് ചെന്നാൽ കിട്ടും, തത്തൻ്റെ അടുത്ത് ചെന്നാൽ കിട്ടും, പെങ്ങളുടെ അടുത്ത് ചെന്നാൽ കിട്ടും, മുത്തച്ഛൻ്റെ അടുത്ത് ചെന്നാൽ കിട്ടും, അവിടെ ഒക്കെ കിട്ടും. പക്ഷേ ശാരീരികമായ സംതൃപ്തി അതെവിടുന്നാ കിട്ടുക? ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഈ തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, പുതിയ കാലത്തെ പുതിയ കണക്കുകൾ എന്താ അറിയും? അഭിസാരി പെണ്ണിൻ്റെ വാതിൽ മുട്ടുന്നവരുടെ കണക്ക് പരിശോധിച്ചപ്പോൾ അതിൽ 60% അഭിസാരി പെണ്ണിന്റെ വാതിൽ മുട്ടുന്നവരുടെ കണക്ക് പരിശോധിച്ചപ്പോൾ അതിൽ 60% വിവാഹിതരാണ്. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ? വിവാഹ ജീവിതത്തിൽ ലഭിക്കേണ്ടത് ലഭിക്കാത്തത് കൊണ്ടാണ് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യമാരെ, ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ ഭാര്യമാരെ നമ്മൾ സ്നേഹിക്കണം, ഭാര്യമാരെ നമ്മൾ ആദരിക്കണം, ഭാര്യമാരെ നമ്മൾ ബഹുമാനിക്കണം. നമ്മുടെ ഭാര്യമാരെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക. നിങ്ങൾ നോക്കൂ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യൻ്റെ അടുത്തൊക്കെ ഇരിക്കുമ്പോൾ അവർ പറയും, കാലിൻ്റെ മുട്ടിന് നല്ല വേദനയാണ്, ഊരക്ക് നല്ല വേദനയാണ്. അപ്പോൾ നമ്മൾ പറയും, അതെന്തേ? ഒന്നുമില്ല, നമ്മുടെ 3 മക്കളെ പ്രസവിച്ചത് അവരാണ്. എങ്ങനെയാ നമ്മളെ മക്കളെ പ്രസവിച്ചത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശരീരത്തിലെ ഒരു എല്ല് പൊട്ടിയാൽ നമ്മൾ അനുഭവിക്കുന്ന വേദന എത്രയാ? സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ശരീരത്തിലെ 22ഓളം എല്ലുകൾ ഒരേ സമയം പൊട്ടിപ്പോകുന്ന വേദന അനുഭവിച്ചിട്ട് നമ്മളെ പൊന്നു മക്കളെ നമുക്ക് പ്രസവിച്ചിട്ട് തന്നത് ആര്? നമ്മുടെ ഭാര്യ. 2 കൊല്ലം അമ്മിഞ്ഞക്കാല് കൊടുത്തു. അവരുടെ സൗന്ദര്യം, ആകാരഭംഗി എല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയാണ് അവരെന്ത് ചെയ്തത്? നഷ്ടപ്പെടുത്തിയത്. അവരെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കുക? അതുകൊണ്ടാണ് നമ്മുടെ കരളിൻ്റെ കഷ്ണമായ റസൂലുള്ള പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖിയാറുക്കും, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനാരാന്നറിയോ? അങ്ങാടിയിൽ മനുഷ്യന്മാരോട് മാന്യമായി പെരുമാറുന്നവനല്ല, അവനാൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് മാന്യമായി പെരുമാറുന്നവൻ, സ്നേഹത്തോടെ പെരുമാറുന്നവനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വചനം എന്താ അറിയോ? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു മനുഷ്യൻ്റെ ഈമാൻ, ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഒരു മനുഷ്യൻ്റെ ഈമാൻ അത് പൂർത്തീകരിക്കപ്പെടുന്നത്, അത് പൂർണ്ണമാകുന്നത് എപ്പോഴാണെന്നറിയോ? അൽത്തഫഹും ബി അഹ്ലിഹി, കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് സ്നേഹത്തോടു കൂടി പെരുമാറുമ്പോഴേ എൻ്റെ ഈമാനൊക്കെ ശരിയാകുള്ളൂ, പൂർണ്ണാകുള്ളൂ എന്ന് പഠിപ്പിച്ചു തന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് പ്രിയപ്പെട്ട ഭാര്യയെ തല്ലാൻ കഴിയുന്നത്, അസഭ്യം പറയാൻ കഴിയുന്നത്, ചീത്ത പറയാൻ കഴിയുന്നത്, തൊഴിക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, ഒരു ഭർത്താവിന് നമ്മൾ പഠിക്കേണ്ടത് എവിടെ നിന്നാണെന്നറിയോ? മിൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ഞാനൊന്ന് പഠിച്ചപ്പോൾ, ഞാനൊന്ന് വായിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതത്തിൽ നിസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബത്തിൻ്റെ ചുറ്റിലിരിക്കും. എന്നിട്ട് സ്വഹാബത്തിനോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കും. അവരെ ചോദ്യമൊക്കെ കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂൽ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. എങ്ങോട്ടാ ഇറങ്ങുന്നതെന്നറിയോ? 9 ഭാര്യമാരുടെ വീട്ടിലേക്ക്. എന്തിനാ പോകുന്നത് നിങ്ങൾക്കറിയോ? ഭാര്യമാരോട് സലാം പറയാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സുബ്ഹാനല്ലാഹ്, ഭാര്യമാരോട് സലാം പറയാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്നിട്ടോ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും 9 ഭാര്യമാരുടെ വീട്ടിലേക്കും കയറി ചെല്ലുന്നു. എന്തിനാണെന്നറിയോ? ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ശാരിഹിങ്ങൾ പറയാണ്, വലിൽ മുഹാദസതി വലിൽ മുആനസ, ഭാര്യമാരോട് സംസാരിക്കാൻ, ഭാര്യമാരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ. സുബ്ഹാനല്ലാഹ്, ഇത്രയും ഉന്നതമായ ഒരു പ്രവാചകന്റെ അനുയായികളായിട്ട് ഭാര്യമാരോട് സംസാരിക്കാൻ സമയം ഭർത്താക്കന്മാർക്കില്ല. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വിലപ്പെട്ട സമയം നമ്മുടെ ഭാര്യമാർക്ക് കൊടുക്കണം. ഭാര്യമാർക്ക് നമ്മൾ കൊടുക്കണം. 24 മണിക്കൂർ മൊബൈലിലാണ്, ഭാര്യനോട് സംസാരിക്കാൻ സമയമില്ല. നിങ്ങൾ നോക്കൂ, ലോകത്ത് ഏറ്റവും കൂടുതൽ മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്നത് ആരാന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരാണ്. കുടുംബത്തിൻ്റെ ഭാരം, മക്കളുടെ ഭാരം, ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾ, അവരുടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ ഒരിക്കലും അതിജീവിക്കാൻ അവർക്ക് കഴിയില്ല. അവരുടെ പ്രശ്നങ്ങൾ കേട്ടുകൊടുക്കാൻ ഒരു നല്ല കേൾവിക്കാരനാകാൻ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നമുക്ക് കഴിയണം. അങ്ങനെ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോളൂ, ഒരു 30 കൊല്ലം കഴിയുമ്പോൾ, ഒരു 50 വയസ്സാകുമ്പോഴേക്ക്, ഒരു 40 വയസ്സാകുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലുകളിൽ അതല്ലെങ്കിൽ ഡിപ്രഷന് മരുന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഭാര്യമാർ മാറിപ്പോകും. അതുകൊണ്ട് അവരോട് മനസ്സു തുറന്ന് സംസാരിക്കാനുള്ളൊരവസരം നമ്മൾ അവർക്ക് കൊടുക്കണം. അവർക്ക് വിലപ്പെട്ട സമയം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാനൊക്കെ പറയുന്നത് അറിയോ? നിങ്ങൾ ഈ മൊബൈൽ എന്ത് ചെയ്യാന്നറിയോ? ഓഫ് ചെയ്തിട്ട് ഒരു ബെഡ്റൂമിൽ നിന്ന് ഒരു 7 മീറ്റർ അകലത്തിലേക്കെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ സംസാരിക്കുക, മനസ്സു തുറന്ന് സംസാരിക്കുക. അപ്പോൾ പ്രശ്നങ്ങൾ
ഞങ്ങളെല്ലാം ഉരുകിത്തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊരിക്കലും മറന്നുപോകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്നുണ്ട്, ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, സ്നേഹത്തോടുകൂടി അവരോട് നിങ്ങൾ പെരുമാറണമെന്ന് പരിശുദ്ധ ഖുർആനാണ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. അങ്ങനെ ഭാര്യമാരോട് സ്നേഹത്തോടുകൂടി പെരുമാറാൻ, അവരെ ആദരിക്കാൻ, അവരെ ബഹുമാനിക്കാൻ, അർഹിക്കുന്ന പരിഗണന കൊടുക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിലെ വേലക്കാരിയല്ല നമ്മുടെ ഭാര്യമാർ. അവർ നമ്മുടെ വീട്ടിലെ ആരാണ് പ്രിയപ്പെട്ടവരെ? ഞാനല്ല പറഞ്ഞത്. ജീവിതത്തിൽ ഇന്ന് വരെ നുണ പറയാത്ത അഷ്റഫുൽ ഹൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ കുറിച്ച് പറഞ്ഞ വാചകം, റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഭർത്താവിന്റെ വീട്ടിലെ രാജ്ഞിയാണവൾ. ഭർത്താവിൻ്റെ വീട്ടിലെ രാജ്ഞിയാണെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ നമുക്കവരെ സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കി ഏറ്റവും നല്ല ഭർത്താവായി, ഏറ്റവും നല്ല ഭാര്യയായി ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സാധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ മക്കളെക്കുറിച്ചുള്ള കൃത്യമായ ചിന്തയും ബോധവും നമ്മുടെ മനസ്സിലുണ്ടാകണം. പടച്ച റബ്ബ് നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കളെന്ന് പറയുന്നത്. ഞാൻ പറയുന്നു, പുതിയ കാലമെന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെൻറ്റുമില്ലാത്ത, ബഹുമാന്യനായ അഷ്റഫ് ക പറഞ്ഞതുപോലെ ലിബറലിസം എല്ലാ അർത്ഥത്തിലും നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന, കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുള്ളൊരു വേദന എന്താ അറിയോ? ഞങ്ങളെ പള്ളിയിൽ ഖിയാമുൽ ലൈലിന് ഏകദേശം 600ഓളം ആളുകൾ പങ്കെടുക്കുന്നതാണ്. ഒരു ദിവസം രാത്രി ഭാര്യയുടെ ഫോണിൽ നിന്നും ഭർത്താവിൻ്റെ ഫോണിലേക്ക് വരികയാണ്, മോളെ കാണുന്നില്ല. അങ്ങനെ എല്ലാ സ്ഥലത്തും പരതി, ഒരു സ്ഥലത്തും കാണുന്നില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അവളൊരു ബൈക്കിൻ്റെ മുകളിൽ കയറി പോയിട്ടുണ്ട്. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഖിയാമുൽ ലൈലൊക്കെ കഴിഞ്ഞ് അത്തായം കഴിഞ്ഞ് വീട്ടിലേക്കെത്തി മകളോട് ചോദിച്ചു, മകളെ നീ എവിടെയാണ് പോയത്? അവളൊന്നും പറഞ്ഞില്ല, തല താത്തിയിരുന്നു. വാപ്പ CCTV ദൃശ്യങ്ങളെടുത്ത് മകളുടെ മുന്നിലേക്ക് വെച്ചു. മകളെ നീ പറ, സത്യം പറ, നീ ആരെ കൂടിയാണ് പോയത്? തലതാറ്റി അവളൊന്നും പറഞ്ഞില്ല. ഞാനിവിടെ ഇരിക്കുന്ന ഉമ്മമാരോടും ഉപ്പമാരോടും, എനിക്ക് 3 പെൺകുട്ടികളുണ്ട്, നിങ്ങൾക്കൊക്കെ പെൺകുട്ടികളുള്ള വാപ്പാരിവിടെ ഇരിക്കുന്നുണ്ടാവും. എന്താ നമ്മൾ ചെയ്യുക? വാപ്പ എന്താ ചെയ്തെന്നറിയോ? 2 കൊടുത്തു. ഇനി ഇത് ചെയ്യരുത്. വാപ്പാന്റെ ചങ്കെന്ന് പടക്കാണ്, വേദനയോടുകൂടി അടിച്ചു. അവസാനം എന്താ ഉണ്ടായെന്നറിയോ? 11 മണിക്ക് വീട്ടിൻ്റെ മുമ്പിൽ ഒരു പോലീസ് ജീപ്പാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് ആ മനുഷ്യൻ മിമ്പറിന്റെ ചോട്ടുന്ന് കൈപിടിച്ചിട്ട് പറയാണ്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട റമദാനിലെ അവസാനത്തെ 10 2 ദിവസം തിരൂരിലെ ജയിലിലാണ് ഉസ്താദ് ഞാൻ കിടന്നത്. എനിക്കെതിരെ കേസ് കൊടുത്താരെന്നറിയോ? എൻ്റെ മക്കളാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ഒരു തലമുറയാണ് ഇവിടെ വളരുന്നത്. അവർക്ക് ധാർമ്മികമായ വിദ്യാഭ്യാസം കൊടുക്കണം. അതിൽ ഏറ്റവും പ്രധാനം എന്താ പറയുക പ്രിയപ്പെട്ട ഉമ്മമാരെ? അവരെ നമ്മൾ മദ്രസകളിലേക്ക് നമ്മൾ പറഞ്ഞേക്കണം. അതല്ലെങ്കിൽ CRE ക്ലാസ്സുകളിൽ അവരെ പങ്കെടുപ്പിക്കണം. ഇഖ്റ മോറൽ സ്കൂളുകളിൽ അവരെ പങ്കെടുപ്പിക്കണം. QHLSൻ്റെ ക്ലാസ്സുകളിൽ അവരെ പങ്കെടുപ്പിക്കണം. എന്തിനാണെന്നറിയോ? അവർ ദീന് പഠിക്കാനാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അവരെ ദീന് പഠിപ്പിച്ച് നമുക്ക് കിട്ടുന്ന ഗുണം എന്താ അറിയോ? അവർ നിസ്കരിച്ചാൽ അതിൻ്റെ കൂലി അവർക്കുണ്ട്. ആ നിസ്കരിക്കാൻ കാരണക്കാരായ നമുക്കും അതിൻ്റെ കൂലിയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മരിച്ചിട്ട് മയ്യത്ത് വെള്ള തുണി വിരിച്ചിട്ട് 2 പലകളുള്ള കട്ടിലിൻ്റെ മുകളിൽ വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ച് കഫൻ ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകും. ഒക്കെ കഴിഞ്ഞിട്ടോ, മോൻ വരുന്നുണ്ട്, ഭാര്യ വരുന്നുണ്ട്, മക്കൾ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. എൻ്റെ മയ്യത്ത് കണ്ടപ്പോൾ എല്ലാവരും വേദനയോടുകൂടി കരഞ്ഞു, സങ്കടപ്പെട്ടു. ഒക്കെ ശരിയാണ്. അവസാനം വീട്ടിൽ നിന്ന് ചോദിക്കുകയാണ്, എപ്പോഴാ ഖബറിലേക്ക് എടുക്കുന്നത്, എപ്പോഴാ പള്ളിയിലേക്ക് എടുക്കുന്നത്? പള്ളിയിലേക്ക് എടുത്തു. പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞു. എന്നിട്ടോ 6 അടി മണ്ണിലേക്ക്, 6 അടി മണ്ണിൻ്റെ കൂരിരുട്ടിൽ, കുറ്റിച്ചെടികളുടെ കൂരിരുട്ടിൽ നമ്മളെ താഴ്ത്തി വെച്ച് അവിടെ കല്ലുകൾ വെച്ച് പലകൾ വെട്ട് മണ്ണിട്ട് മൂടി എല്ലാവരും തസ്ബീഹ് ചൊല്ലി തിരിച്ചു പോന്നു. എൻ്റെ ഖബറിൽ ഞാൻ ഒറ്റക്ക, നിങ്ങളെല്ലാവരുടെ ഖബറിലും നിങ്ങൾ ഒറ്റക്ക. അവിടെ 3 കാര്യങ്ങളാണ് ബാക്കിയാകുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ എന്താ അറിയോ? സദഖത്തുൻ ജാരിയത്തായ സദഖ. 2, ഉപകാരപ്രദമായ അറിവ്. 3-മത്തെ എന്താ അറിയോ? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഉമ്മച്ചിൻ്റെ ഖബറ് മുന്നിൽ വെച്ച് ഖബറിൻ്റെ അടുത്ത് നിന്നിട്ട് മനസ്സറിഞ്ഞ് എന്ത് അറിയോ? മനസ്സറിഞ്ഞ്, അള്ളാഹുവേ ഈ ഖബറ് കിടക്കുന്ന എൻ്റെ ഉമ്മച്ചിയാണ്, അള്ളാഹ് പുറത്തു കൊടുക്കണേ അള്ളാഹ് എന്ന് ഉള്ളിൻ്റെ ഉള്ളിന്ന് വിങ്ങിപ്പൊട്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിസ്കാര കുപ്പായിട്ടിരുന്ന് വീട്ടിൽ നിന്ന് മയ്യത്തിറക്കി കൊണ്ടുപോകുമ്പോൾ കണ്ണിന്നിങ്ങനെ പൊടിയാണ്. അള്ളാഹുവേ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ വളർത്തിയെന്നറിയോ? അള്ളാഹുവേ ഒരു സന്തോഷവും ആനന്ദവും ഒന്നും അനുഭവിക്കാൻ എൻ്റെ ഉമ്മക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവേ ദുനിയാവിലൊന്നും കിട്ടിയിട്ടില്ല, ആഖിറത്തിലെങ്കിലും ഹൈറ് കൊടുക്കണേ അള്ളാഹ് എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളില്ലേ?
എനിക്ക് സങ്കടം തോന്നി. എന്താ അറിയോ, മയ്യത്ത് നിസ്കരിക്കാൻ പോലും അറിയാത്ത മക്കളുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മോനെ ഒന്ന് വാപ്പാൻ്റെ മയ്യത്തിന് ഇമാമെന്നിട്ട് നിസ്കരിക്കണമെന്ന് പറയുമ്പോൾ മോൻ പറയാണ് എനിക്ക് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് അറിയില്ല. എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, പക്ഷേ മയ്യത്ത് നിസ്കരിക്കേണ്ട എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല, അത് പഠിപ്പിച്ചു കൊടുത്തില്ല, ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊന്നും അവശേഷിക്കില്ല. അവശേഷിക്കുന്നത് ദീന് മാത്രമാണ്. നിങ്ങളെ മക്കളെ എന്തൊക്കെ നന്മകൾ പഠിപ്പിച്ചോ ആ നന്മകളൊക്കെ അവർ ചെയ്യുന്ന കാലത്തോളം നമ്മൾ മരിച്ചാലും ആ നന്മകളുടെ ഓഹരി നമ്മുടെ ഖബറിലേക്ക് നമുക്ക് കിട്ടും. അതുകൊണ്ട് അതൊരിക്കലും ആ നന്മകൾ പഠിപ്പിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഒരിക്കലും പിന്നിലേക്ക് പോകരുത്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും മാതൃകകളായി നമ്മൾ ജീവിക്കണം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്ന ഒരൊറ്റ വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്നമിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വല്ലക്കും, നിങ്ങളുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹദറു, നിങ്ങളത് ജാഗ്രത പാലിക്കണം. ഖുർആൻ ഹദർ എന്നാണ് പ്രയോഗിച്ചത്. ഹദർ എന്നതിന് മലയാള പരിഭാഷ ജാഗ്രത പാലിക്കുക എന്നാണ്. മാത്രമല്ല വഇൻ തഅഫു വതസ്ഫഹു, നിങ്ങൾ അവരോട് വിട്ടുവീഴ്ച ചെയ്യണം, നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കണം. ഫഇന്നല്ലാഹു ഗഫൂറുർ റഹീം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും നമ്മുടെ ഭാര്യമാരും മക്കളും നാളെ പരലോകത്ത് ശത്രുക്കളാകാതിരിക്കാൻ അവർക്ക് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുത്ത് സംതൃപ്തകരമായൊരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ അതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.